നമസ്കാരം. 2025 മെയ് മാസം 27-ാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ സ്ത്രീശക്തി ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക. ഏതൊക്കെ നാളുകാർക്കാണ് ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത, ഏതൊക്കെ നമ്പറുകൾക്കായിരിക്കും ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ മാത്രമേ ചെയ്യാവുള്ളൂ. കാലാവസ്ഥ മോശമാണ്. പല സ്ഥലങ്ങളിലും അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 2:25 മുതൽ ബുധനാഴ്ച രാവിലെ 8:53 വരെയുള്ള സമയം അതിശക്തമായ മഴ പെയ്യുവാനുള്ള സമയമാണെന്നും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചൊവ്വാഴ്ച ദിവസത്തെ സ്ത്രീശക്തി ലോട്ടറിയിൽ കൂടി ധനം ഭാഗ്യമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്കുണ്ട്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ഇത്രയും നാളുകാർ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഭാഗ്യദേവതയാണ് ഇവരിൽ ആർക്ക് സമ്മാനം കൊടുക്കണം അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഭാഗ്യദേവതയുടെ ഒരു തിരഞ്ഞെടുപ്പ് ഇവിടെ അനിവാര്യമാണ്. ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ലോട്ടറി സമ്മാനം ലഭിക്കുക എന്നുള്ള കാര്യവും പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. ഇനിയും ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുമ്പോൾ 6 അക്ക സംഖ്യകൾ കൂട്ടി വരുമ്പോൾ 3 വരണം, 6 വരണം, 9 വരണം. അപ്പോൾ ഇങ്ങനെ 3 കിട്ടുന്നത് നല്ലതാണ്, കൂട്ടി വരുമ്പോൾ 6 കിട്ടുന്നത് നല്ലതാണ്, കൂട്ടി വരുമ്പോൾ 9 കിട്ടുന്നത് നല്ലതാണ്. 3 എന്ന് പറഞ്ഞാൽ ഇപ്പം 21, 2 1 3, 33, 3 3 6, 63, 6 3 9. അപ്പോൾ അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 3 വരണം, 6 വരണം, 9 വരണം. അപ്പോൾ ഇങ്ങനെ വരുന്ന സംഖ്യകളുള്ള ലോട്ടറി ടിക്കറ്റുകൾ നോക്കിയെടുക്കുക. അതുകൂടാതെ ടിക്കറ്റിൻ്റെ 4 അക്ക സംഖ്യ ആണെങ്കിലും 6 അക്ക സംഖ്യ ആണെങ്കിലും അതിൻ്റെ അവസാനത്തെ 2 നമ്പറുകൾ 03, 12, 21, 30, 48, 57, 66, 75, 84, 93, 06, 15, 24, 33, 42, 51, 60, 78, 87, 96, 09, 18, 27, 36, 45, 54, 63, 72, 81, 90. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ വരുന്ന ലോട്ടറി ടിക്കറ്റ് നോക്കിയെടുക്കുക. ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല, എങ്കിലും ഭാഗ്യം നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ കൂടി എടുത്ത് നോക്കുക. സമ്മാനം അടിച്ചാൽ വളരെ ഉപകാരമാണ്. ധനത്തിന് വളരെ ബുദ്ധിമുട്ട്, പ്രയാസപ്പെട്ട്, ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ബാധ്യതയില്ലാതെ അല്പം പണം കയ്യിൽ കിട്ടുന്നത് നല്ലതാണ്. 50 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഒരുപാട് ടിക്കറ്റുകളൊന്നും എടുത്ത് പൈസ കളയരുത്. യാത്ര ചെയ്ത് ദൂരദേശത്തൊക്കെ പോയി ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോകരുത്. നമ്മൾ എവിടെയാണെങ്കിലും ഭാഗ്യം നമുക്ക് അനുകൂലമാണെങ്കിൽ എവിടെ നിന്നാലും ഭാഗ്യം ഉണ്ടാകും. അത് ദൂരദേശത്ത് പോകണമെന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു 50 രൂപയോ മാക്സിമം 100 രൂപയോ മാത്രമേ ലോട്ടറി ടിക്കറ്റ് എടുത്ത് പരീക്ഷിച്ച് നോക്കാവുള്ളൂ. പ്രിയപ്പെട്ടവരോട് ഞാനത് ഓർപ്പിക്കുകയാണ്. ലോട്ടറി, മദ്യം, മൈക്രോ ഫിനാൻസ്, ഈ 3 കാര്യങ്ങളും മനുഷ്യജീവിതത്തെ കാർന്നു തിന്നുന്ന മാരകമായ ക്യാൻസർ രോഗമാണ്. പക്ഷേ എങ്കിലും എല്ലാവരും ഇതിലൊക്കെ പ്രതീക്ഷ വെച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ പലരും ഇതിൽ കൂടിയാണ് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊരു വശം.
അതുകൊണ്ട് ഞാൻ രണ്ട് വശവും പറഞ്ഞു തന്നു. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.